പാലക്കാട് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണക്കാരൻ ആരാണ്? ഇവരെ വിട്ട് കഥയില്ലാത്ത ചെറുപ്പക്കാർ. ഇത്തരം അവസരങ്ങൾ കിട്ടിയാൽ ആരാണെങ്കിലും രാഷ്ട്രീയപരമായി ഉപയോഗിക്കും. പക്ഷേ എതിരാളികൾക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കിയ ഇന്ന് മാധ്യമങ്ങളിലെല്ലാം ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഇപ്രകാരം ഒരു വാർത്ത കഴിഞ്ഞ ഒരു മാസക്കാലമായി സ്വന്തം പാർട്ടിക്കെതിരെ, സ്വന്തം പാർട്ടിയുടെ നേതാവിൻ്റെ, സ്വന്തം പാർട്ടിയുടെ അടിത്തറ ഇളക്കുവാൻ പ്രാപ്തമായ തരത്തിൽ ഇപ്രകാരം ഒരു അവസ്ഥ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരാണ്? അതിന് കാരണക്കാരൻ വേറെ ആരുമല്ല, ഒരേ ഒരാളാണ്, കേക്കച്ചൻ. ആ കേക്കച്ചൻ രാജിവെക്കുക, കേക്കച്ചൻ രാജിവെക്കുക, കേക്കച്ചൻ രാജിവെക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്നു മുതൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഒരു വമ്പിച്ച പ്രതിഷേധ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. മിഷൻ 60യുടെ 25ാം ദിനമായ ഇന്നു മുതൽ ഈ കേരളത്തിലെ ഈ കഴിവുകെട്ട, ഈ വന്ധ്യംകരിക്കപ്പെട്ട, ഈ കാസ്ട്രേറ്റ് ചെയ്യപ്പെട്ട ഈ പ്രതിപക്ഷ നേതാവ് എത്രയും വേഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതുജനങ്ങളുടെ ഒരു വലിയൊരു ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. എത്രയും വേഗം ഈ നാണം കെട്ടവൻ എത്രയും വേഗം ആ പദവി ഒഴിഞ്ഞ് ഇദ്ദേഹം പോകുക, ഇദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഇദ്ദേഹം ഈ കോൺഗ്രസിനെ മൂടിപ്പിച്ച് കഴുകി ഈ നാട്ടിലെ ജനങ്ങളെ നശിപ്പിച്ച ശേഷം പോകുവാൻ നിൽക്കാതെ എത്രയും വേഗം ഈ പറവൂർ കേക്കച്ചൻ രാഷ്ട്രീയ വനവാസത്തിന് പോവുക. പക്ഷേ വനത്തിലോട്ട് പോകരുത്, വന്യജീവികൾ കൂടി ഇവനെ കടിച്ചു കൊന്നുകളയും. അതുകൊണ്ട് വനം നശിപ്പിക്കുവാൻ ഇവൻ പോകേണ്ട ആവശ്യമില്ല. ഈ കേക്കച്ചൻ പോയി കേക്ക് തിന്നട്ടെ. ഇവനുണ്ടാക്കി ഈ കള്ളപ്പണങ്ങൾ, ഈ പ്രതിപക്ഷത്തിരുന്ന് ഈ പാർട്ടിയെ ഒറ്റിക്കൊടുത്ത്, ഈ നാടിനെ ഒറ്റിക്കൊടുത്ത് ഇവനുണ്ടാക്കിയ ശതകോടികൾ, ആ കോടികളുടെ കോഴയുമായി ഈ നാണം കെട്ടവൻ ഈ രാജ്യം തന്നെ വിട്ടു പോകട്ടെ. അങ്ങനെയെങ്കിലും ഈ നാടിനും ഈ പാർട്ടിക്കും രക്ഷയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ജനങ്ങളുടെ ആ ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. കേക്കച്ചൻ രാജിവെക്കുക, കേക്കച്ചൻ രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഒരു ക്യാമ്പയിൻ. ഇത് PR തൊഴിലാളികളുടെയോ മുഖമില്ലാത്ത ആളുകളുടെയോ പ്രതികരണമല്ല. ഈ കേക്കച്ചൻ രാജിവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മലയാളികൾക്കും നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ITV ന്യൂസ് റിയാക്ട് 4 താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ 9746114444 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ ആ പ്രതികരണം അറിയിക്കാവുന്നതാണ്. ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന, കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന ഈ നാടിൻ്റെ ശാപമായ ഈ ചതിയൻ എത്രയും വേഗം ഈ പ്രസ്ഥാനത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഒഴിഞ്ഞ് ഇയാൾക്ക് ലഭിച്ച കോഴയുമായി നാട് വിട്ടു പോകുക എന്ന ആവശ്യം. ഇവനെ ജയിലിലൊന്നും വിടണ്ട. ഇവൻ ആഗ്രഹിച്ച് കട്ടും മോട്ടിച്ചുണ്ടാക്കിയത് ഇവന്റെ ശിഷ്ടകാലം നമുക്കറിയാം. ഇവൻ എത്ര ശ്വാസം മുട്ടിയാണ് ഈ കതറിട്ടുകൊണ്ട് നടക്കുന്നത്. കതർ ഊരിക്കളയുവാൻ അവസരം കിട്ടുമ്പോഴെല്ലാം ഏറ്റവും മോസ്റ്റ് മോഡേൺ ഡ്രസ്സിട്ട് ഇവൻ കിടന്നുറങ്ങുന്നത്, ഷൂസ് വരെ ഇട്ട്, ബെൽറ്റ് വരെ കെട്ടി, ഏറ്റവും ആഡംബരപൂർണമായ വസ്ത്രങ്ങൾ വരെ ഇട്ടാണ് കിടക്കുന്നത്. കാരണം അടക്കം വരുന്നില്ല, കൊതി തീരുന്നില്ല. പക്ഷേ കതറിട്ട് നടക്കാൻ വിധിക്കപ്പെട്ടവൻ. അതുകൊണ്ട് രാത്രിയിൽ പോലും ഇവൻ ആഡംബര വസ്ത്രങ്ങളിട്ട് കിടന്നുറങ്ങുന്ന ഇവനെ ആ ആഡംബര പൂർണ്ണമായ ജീവിതം ആസ്വദിക്കാനായി നമുക്ക് വിടാം. ഇവൻ പോയി രക്ഷപ്പെടട്ടെ, ഇവനെ നമുക്ക് തള്ളിക്കളയാം. അതുകൊണ്ട് ഈ കേക്കച്ചൻ പോയി കേക്ക് തിന്നട്ടെ, കേക്കച്ചൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ക്ഷമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ ഈ പിണറായി സർക്കാർ ഭരണത്തിൽ മനം മടുത്തു കഴിയുന്ന ഈ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ, ഈ കോൺഗ്രസ് പ്രസ്ഥാനം വീണ്ടും ഭരണത്തിലേക്ക് തിരികെ എത്തണമെന്നുണ്ടെങ്കിൽ, ഈ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ സഹാബ് കേക്കച്ചൻ രൂപത്തിൽ കോൺഗ്രസ്സുകാരനും ഭാവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനുമായ ഈ കുലംകുത്തി എത്രയും വേഗം ആ പദവി രാജിവെച്ച് ആ പദവിയുടെ മാന്യത കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇയാളുടെ ഈ നാറിയ നിലപാടുകളിൽ പാർട്ടി എത്രത്തോളം പ്രതിസന്ധിയിലാകുന്നു. ഇയാളുടെ ഈ ഈഗോ കൊണ്ട് ഈ നെട്ടൂർ സതീശൻ എന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ, പഴയ ചിട്ടിപ്പിരിവുകാരൻ, ഇവൻ ഇന്നും അവൻ്റെ ആ ചിന്താശേഷി അതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സകല കുടിലതകളുടെയും വിളനിലമായ ഒരു ഗ്രൂപ്പ് ഓറിയന്റഡ് അല്ലാത്ത
ഒരു ഗ്രൂപ്പ് ഓറിയന്റഡ് അല്ലാത്ത, ഒരു ഏകാധിപതിയായ, ഒരു സ്വാർത്ഥനായ ഇയാൾക്ക് ഒരിക്കലും ഒരു നല്ല നേതാവാകാൻ സാധിക്കില്ല. ഇയാൾ ഒരു കൊഴുത്തുരുമ്പാണ്, കാളകൂടം വിഷമാണ് എന്ന് ഇയാളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇയാൾ തെളിയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സമയം വരെ പാലക്കാട്ടേക്ക് പ്രവേശിക്കുവാൻ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കുവാനുള്ള സകല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേക്കച്ചനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങൾ തിരഞ്ഞെടുത്ത, വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച, മറ്റ് ആരോപണങ്ങൾ മാത്രമുള്ള, നിയമപരമായി മണ്ഡലത്തിൽ പ്രവേശിക്കുവാൻ, MLA ആയി തുടരുവാൻ യാതൊരു തടസ്സവുമില്ലാത്ത ഒരാളെ ഇവന്മാർ കണ്ടോ എത്ര മ്ലേച്ഛമായ രീതിയിലാണ് പ്രതിരോധിക്കുന്നത് എന്ന് നിങ്ങൾ കാണുക. ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? ഈ നാണംകെട്ട, ഈ മറയ്ക്കുള്ളിലിരുന്ന് കളിക്കുന്ന, ഈ കപടമുഖമുള്ള ഈ കേക്കച്ചൻ എന്ന മാപ്പച്ചനാണ്. ഇയാൾക്ക് യാതൊരു നിലപാടുമില്ല, ഇയാളുടെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ല എന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയ ഇയാളുടെ ഈ മാപ്പപേക്ഷ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായതാണ്. നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി ആവാം ഇതുപോലൊരു മ്ലേച്ഛൻ മാപ്പെഴുതി കൊടുത്ത് മാപ്പ് പറഞ്ഞ് സ്പീക്കറുടെ കയ്യിൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്നത്. പാർട്ടിയെ ഓരോ ദിവസവും പ്രതിസന്ധിയിലാക്കുന്ന, ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ട് എന്ന് ഒരു ഫീല് പോലും ഭരണകൂടത്തിനുമില്ല, ജനങ്ങൾക്കുമില്ല. പിണറായി സർക്കാരിന് കേക്ക് വോക്കിന് അവസരമൊരുക്കുന്ന ഈ നിഷ്കുണനെ, ഈ ഗുണവും മണവുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് എത്രയും വേഗം രാജിവെക്കുക എന്ന് ഈ മിഷൻ 60യുടെ 25ാം ദിനത്തിൽ ഒരു പുതിയ ക്യാമ്പയിനായി നമ്മൾ തുടക്കം കുറിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാരും ആഗ്രഹിച്ചിട്ടല്ല. ഈ കേക്കച്ചൻ പറഞ്ഞതുപോലെ ഹൃദയവേദനയോടെ, ആ ഒരു ഹൃദയവേദനയോടെ അല്ല, വളരെ കൺസ്ട്രക്റ്റീവായ കാര്യങ്ങൾ സംസാരിക്കേണ്ടുന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഇപ്രകാരം മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ ഒരു മൂന്നാൻ്റെ, ഒരു പിമ്പിൻ്റെ ലാഘവത്തോടെ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന, കഴിവുള്ളവരെ നശിപ്പിക്കുന്ന ഇവൻ്റെ നീചകൃത്യങ്ങൾക്കെതിരെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുവാൻ സാധിക്കൂ. നമ്മുടെ റിസോഴ്സസ് കുറവാണ്, നമുക്ക് മറ്റൊരു രീതിയിലും ഇവർക്കെതിരെ, ഈ തിന്മകൾക്കെതിരെ പ്രതികരിക്കുവാൻ സാധ്യമല്ല. നമ്മളാൽ സാധ്യമായത് ഈ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട്, വളരെ കളക്റ്റീവായിട്ട് നിന്ന് ഇവന്മാർ ഗീബൽസ്യൻ തന്ത്രം ഉപയോഗിച്ച് പച്ച കള്ളങ്ങൾ തൊടുത്തുവിടുന്നു, വ്യക്തിഹത്യ ചെയ്യുന്നു, അപമാനിക്കുന്നു, സത്യത്തെ തമസ്കരിക്കുന്നു. ഇവന്മാരുടെ തിരക്കഥയ്ക്കനുസരിച്ച് കാര്യങ്ങൾ ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡും സ്ക്രിപ്റ്റഡ് ആക്കി നമ്മളെ അതിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. അതിൽ നിന്നൊരു വേറിട്ട ചിന്ത, സത്യത്തിൻ്റെയും നീതിയുടെയും അംശമുള്ള, നീതി തേടിയുള്ള, നീതിക്കായി തുറന്നു വെച്ച ആ കണ്ണുകളുമായി ഞങ്ങളുടെ യാത്ര തുടരുന്നു. ഞങ്ങൾ ആ യാത്രയിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഈ ചില യാഥാർത്ഥ്യങ്ങളാണ്, സത്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒപ്പമുണ്ടാവണം ഈ യാത്രയിൽ. നമ്മളിപ്പോൾ മുറവിളി കൂട്ടുന്നത്, നമ്മളിപ്പോൾ ശബ്ദിക്കുന്നത്, നമ്മളുടെ പ്രാഥമിക ആവശ്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന ആ ചെറുപ്പക്കാരനെ എത്രയും വേഗം ആ പദവിയിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ്. അതല്ല എങ്കിൽ അതിൻ്റെ മാർഗങ്ങൾ 60ാം ദിവസത്തിന് ശേഷം കൃത്യമായി ഉരുത്തിരിഞ്ഞു വരും. നമ്മളാരും കെട്ടിയിറക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, ഈ കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിലും വന്ന മാറ്റങ്ങൾക്ക്, ഓരോ ചേഞ്ചിനും പിന്നിൽ ഓരോ 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 കാരണങ്ങളുണ്ട്. അപ്രകാരം കേരള രാഷ്ട്രീയത്തിൽ ഒരു വൻപിച്ച മാറ്റമാകാം ഒരുപക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാരും നമ്മൾ വിഭാവനം ചെയ്ത് കൃത്യമായി ക്രാഫ്റ്റ് ചെയ്ത് കെട്ടിയിറക്കുന്നതല്ല, ഇത് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭരണം നഷ്ടപ്പെട്ടാൽ, ഇത് ഛിന്നഭിന്നമായാൽ, ഇതിനകത്ത് അന്തചിത്രമുണ്ടായാൽ ഇതിന് ഉത്തരവാദികൾ മറ്റാരുമല്ല, ഇവർ തന്നെയാണ്. കഴിവില്ലാത്ത, കസേരമോഹികളായ, തമ്മിൽ ഐക്യമില്ലാത്ത ഈ നേതാക്കന്മാരുടെ പിടിപ്പുകേട് കൊണ്ടും സ്വാർത്ഥത കൊണ്ടും മാത്രമാണ് ഈ പാർട്ടി ഛിന്നഭിന്നമാകാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ ലൈവായി കാണിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തെങ്കിലും ബുദ്ധിയുള്ള, എന്തെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു നേതാക്കന്മാരായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം, ഇത് ഏത് ഡയമെൻഷനിലാണ് പോകുന്നത്, ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് എൻവിസേജ് ചെയ്യുവാൻ, ഇത് മനസ്സിലാക്കുവാൻ കേപ്പബിലിറ്റിയുള്ള ഒരു നേതൃത്വം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ
അല്പമെങ്കിലും സാമാന്യബോധമുണ്ട ഒരു നേതാവുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനത്തോടും ഈ ജനങ്ങളോടും അണികളോടും കൂറുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം അവർ ഇമ്മീഡിയറ്റ് എഫക്ട് അവർ ഇത് സോർട്ട് ഔട്ട് ചെയ്യുമായിരുന്നു. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമായിരുന്നു. സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. ഇത്രയും സില്ലിയായ ഒരു ഡിസിഷൻ കൊണ്ട്, ഒരു പരിഹാസത്തോടെയുള്ള ഒരു ചിരി കൊണ്ട് തള്ളിക്കളയാമായിരുന്ന ഈ വിഷയത്തെ ആളിക്കഴിച്ച് കഴിഞ്ഞ 30 ദിവസമായി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദമായി വളർത്തിയെടുക്കുവാൻ അതിന് വെള്ളവും വളവും നൽകി സഹായിച്ച ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നാണംകെട്ടവൻ, ഇവൻ ആ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കുവാൻ യാതൊരു തരത്തിലും അർഹനല്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നു. അതിനെ അനുകൂലിക്കുന്നവർ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പൊതുജനത്തോട്, സമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആരെയും ഭയപ്പെടാതെ ഞങ്ങളെ വിളിച്ച് പറയാം. അത് ഞങ്ങൾ ജനസമക്ഷം സമർപ്പിക്കാം. ITV ന്യൂസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇന്ന് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണ്, സാധാരണ ജനങ്ങളുടെ ശബ്ദമാണ്. ഞങ്ങൾ വിചാരിച്ചാൽ ഇവിടെയുള്ള ഏത് പൊളിറ്റിക്കൽ നേതാവിനെയും ഏത് സെലിബ്രിറ്റിയെയും ആരുമായും സംവദിക്കുവാനുള്ള ആ ആശയശേഷി, ആശയവിനിമയ ശേഷി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആരോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാലും അവർ ഞങ്ങളോട് സംസാരിക്കും. ഞങ്ങളുടെ സ്റ്റുഡിയോയിലെത്തിയോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ആരുമായും ലഭിക്കും. പക്ഷേ ITV ന്യൂസ് ഇന്നുവരെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പുറകെ പോയി അവരുടെ ബൈറ്റ് എടുക്കാതെ അവരുമായുള്ള അഭിമുഖങ്ങൾ ഞങ്ങൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ജനപക്ഷത്താണ്. ഞങ്ങൾ ശ്രമിക്കുന്നത്, ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ, സാധാരണ മനുഷ്യരുടെ, സാധാരണ വീട്ടമ്മമാരുടെ, പ്രായമായവരുടെ, സമൂഹത്താൽ തമസ്കരിക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു ജിഹ്വയാണ് ITV ന്യൂസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവാം. സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പല തരത്തിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാവാം. പക്ഷെ അതൊന്നും ഒരു പ്രയാസമായി ഞങ്ങൾ കാണുന്നില്ല. ആ ജനപക്ഷത്ത് നിന്ന് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായി എതിർക്കപ്പെടേണ്ട സംഭവങ്ങളെ ഒറ്റയ്ക്കാണെങ്കിലും നിന്ന് എതിർക്കുമ്പോൾ, പ്രതികരിക്കുമ്പോൾ ഒരു വലിയൊരു ജനസമൂഹം ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളുടെ താങ്ങായും തണലായും ഞങ്ങൾക്ക് പരിചയമായും ആ ഒരു പ്രേക്ഷക ലക്ഷങ്ങളുണ്ട് ഞങ്ങളോടൊപ്പം എന്ന ആ ഒരു ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ചാലകശക്തി. ഈ ചാലകശക്തി, ഈ പ്രചോദനം, ഈ പൊതുജനങ്ങളുടെ പിന്തുണയുള്ളപ്പോൾ ഞങ്ങൾ ഏതവനെ പേടിക്കണം? ഞങ്ങൾ ഏത് കൊലകൊമ്പനെ പേടിക്കണം? അതുകൊണ്ട് കേസുകളോ കള്ളക്കേസുകളോ ഭയപ്പെടുത്തലുകളോ ചീത്തവിളികളോ ഭീഷണികളോ ഒന്നും ഞങ്ങളെ ബാധിക്കില്ല. അതിനെയൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് സത്യം പറയുന്ന, സത്യത്തിനായി സത്യം തേടുന്ന ആ കണ്ണും തുറന്നു പിടിച്ച് ITV ന്യൂസ് 24/7 ഇവിടെ ഉണ്ടാവും. സാധാരണ ജനങ്ങളുടെ നാവായി, ശബ്ദമായി. നമ്മൾ ഇന്നും ഇപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ എന്നെ ഉറ്റുനോക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, രാഹുൽ എപ്പോൾ വരും, രാഹുൽ തന്റെ തട്ടകത്തിൽ എപ്പോൾ വരും എന്ന ആകാംക്ഷയുമായാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഇപ്രകാരം ഒരു കാത്തിരിപ്പിന് അവസരമൊരുക്കിയ, സ്വന്തം മണ്ഡലത്തിൽ കയറുവാൻ ഒരു MLAക്ക് നേരവും കാലവും മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ള പലവന്റെയും അതിക്രമങ്ങളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ആക്രമണത്തെയും ഭയപ്പെട്ട് വേണം തൻ്റെ മണ്ഡലത്തിൽ, തൻ്റെ ഓഫീസിൽ കയറുവാൻ എന്ന അവസ്ഥയുണ്ടാക്കിയ ഈ കോൺഗ്രസിൻ്റെ അന്തകവിത്ത്, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന പിണറായിക്ക് 3ാം വട്ടവും അവസരമൊരുക്കുന്ന ഈ കൂട്ടിക്കൊടുപ്പുകാരനെ എത്രയും വേഗം പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ നിന്നും എടുത്ത് പറിച്ച് ദൂരെ കളയണം, ഇവനെ ആട്ടിപ്പായിക്കണം. എത്രയും വേഗം ഇവനെ ആട്ടിപ്പായിച്ച് അവിടെ ശുദ്ധികലശം നൽകി നട്ടലിലുള്ള ആണുങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുകയും പ്രതിപക്ഷത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ മുഴങ്ങുകയും വേണം. ഈ 10 കൊല്ലം, വിലപ്പെട്ട 10 കൊല്ലം നഷ്ടപ്പെടുത്തി. ഈ അവസാന ദിവസം പടിക്കൽ കൊണ്ട് കലമുടച്ചിട്ട് എന്ന് പറഞ്ഞതുപോലെ ഇനി ഈ കൊണ്ട് കതിരിൽ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. പക്ഷേ അടുത്ത നാമ്പ് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി ഇവൻ വീണ്ടും പ്രതിപക്ഷ നേതാവായി
കമ്മീഷനും അടിച്ച് ഈ പാർട്ടിയെ നശിപ്പിച്ച് സുഖിച്ച് വാഴാം എന്ന് കരുതുന്ന ഇവൻ്റെ ഈ കള്ളക്കമ്പട്ടങ്ങൾ, ഇവൻ്റെ ഈ കള്ളപ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. ഇന്ന് ഈ കട്ടും മോട്ടിച്ചുമുണ്ടാക്കിയ കോടികൾ കൊണ്ട് സ്വന്തമായ മാധ്യമങ്ങൾ തുടങ്ങിയിരിക്കുന്നു. പ്രതിമാസം ലക്ഷങ്ങൾ നൽകി മാധ്യമ സിൻഡിക്കേറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. സുസജ്ജമായ PR സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. വിലക്കെടുത്ത മാധ്യമങ്ങളിലൂടെ ഇയാൾ പോലും ആഗ്രഹിക്കാതെ സ്ട്രാറ്റജിസ്റ്റുകളുടെയും PR ഏജൻസികളുടെയും ആ പൊസിഷനിങ് ക്യാമ്പയിൻ്റെ ഭാഗമായി, അവർ രൂപകൽപ്പന ചെയ്ത ക്യാമ്പയിനുകളുടെ ഭാഗമായി ഇയാളുടെ ഇമേജ് ബിൽഡിംഗ് എക്സസൈസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയുവാനുള്ള ആ സാമാന്യ ബോധം സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാവണം. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇവൻ അധികാരത്തിൽ വന്നാൽ ഇവൻ പിണറായി ഒന്നുമല്ല. പിണറായിയേക്കാളും 100 മടങ്ങ് കിങ് ജോങ്, കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നിൻ്റെ അച്ഛനായിട്ട് വരുവാൻ സാധ്യതയുള്ള കാട്ടുകള്ളനാണിവൻ. ഇവൻ ഇപ്പോൾ തന്നെ ഓർക്കുക, കഴിഞ്ഞ കൊല്ലം 10 കൊല്ലം ഇവൻ പ്രതിപക്ഷത്തിരുന്ന് ഇവൻ ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ ഇവൻ്റെ അഹന്ത ഇത്രയുമാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ എന്ന് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. സ്വന്തം കൂടെ നിൽക്കുന്ന സ്വന്തം മകൻ്റെ പ്രായമുള്ള ഈ പാർട്ടിയുടെ ഒരു അസറ്റായി മാറാൻ പറ്റുന്ന, ഈ പാർട്ടിയുടെ നാളത്തെ ഒരു നേതാവായി, ഇതിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു നേതാവായി വരേണ്ടുന്ന ഒരു യുവ നേതാവിനെ നശിപ്പിച്ച് കളഞ്ഞ ഇവൻ ആരാണ് യഥാർത്ഥത്തിൽ? യാതൊരു കാരണവശാലും ഇവനെ നമുക്ക് ലീഡർ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവൻ ഒരിക്കലും ഒരു മാനേജ് ചെയ്യുന്ന വ്യക്തിയല്ല, ഇവൻ പ്രസ്ഥാനത്തെ ഡാമേജ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഈ കേക്കച്ചൻ രാജിവെക്കുക ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഈ മിഷൻ 60യുടെ 25-ാം ദിനം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. പ്രേക്ഷകരെ, നിങ്ങളുടെ പ്രതികരണങ്ങൾ ശക്തമായി തുടരുക. നമ്മൾക്കിപ്പോഴും നമ്മൾ ഏത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ ഇറങ്ങിയത് ആ ലക്ഷ്യം നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ പ്രാഥമിക വിജയം ഇദ്ദേഹം നിയമസഭയിൽ കയറിയപ്പോൾ ഉണ്ടായെങ്കിലും ഇദ്ദേഹം ഇന്ന് പാലക്കാട് പ്രവേശിക്കണം. പാലക്കാട് പ്രവേശനത്തിലൂടെ ഒരു വമ്പിച്ച വിജയമായിരിക്കും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അത് മറ്റാരുടെയും വിജയമല്ല, അത് രാഹുലിന് മാത്രം അവകാശപ്പെട്ടതും അർഹിക്കുന്നതുമായ ഒരു വിജയമായിരിക്കും. ആ പാലക്കാട് അദ്ദേഹം പ്രവേശിച്ചില്ലെങ്കിൽ അത് നൽകുന്നത് വളരെ തെറ്റായ ഒരു സന്ദേശമായിരിക്കും. രാഹുൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ എത്രയും വേഗം എത്തണം. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ നാശത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഈ കേക്കച്ചൻ എത്രയും വേഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിൻ നമ്മൾ തുടരുകയാണ്. ഇപ്പോൾ i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ആ പ്രതികരണങ്ങൾ നിങ്ങൾ കേൾക്കാം. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. പ്രിൻസ് മാത്യു മുളന്തുരുത്തി, എറണാകുളം. ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവവികാസങ്ങൾ എല്ലാവരും കണ്ടും കേട്ടും ഇരിക്കുന്ന കാര്യമാണ്. അതിലും കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് ഉമ്മൻചാണ്ടി സാറിന് സംഭവിച്ച കാര്യം, അത് ഇന്നല്ല അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഏകദേശം 55 വർഷത്തോളം നിയമസഭാ സാമാജികനായിരുന്ന ഒരു വ്യക്തി മുഖ്യമന്ത്രിയായിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് അതുപോലെ ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ 100 കണക്കിന് സ്ത്രീകൾ മുൻപോട്ട് വന്നേനെ അദ്ദേഹത്തെ പഴിചാരാൻ. ഒരേ ഒരു സ്ത്രീയുടെ ഒരേ ഒരു ആരോപണത്തിൽ അദ്ദേഹം മനസ്സ് നൊന്ത് മരവിച്ച് വിറങ്ങലിച്ച് നല്ല ഒരു നന്മ മരം അദ്ദേഹം മരണപ്പെട്ടു. അതിന് കാരണം അന്ന് എനിക്ക് വ്യക്തികളെ അറിയില്ലായിരുന്നു, പക്ഷെ ഇത്രയും എനിക്കറിയാമായിരുന്നു. സ്വന്തം കൂടെ നിൽക്കുന്നവർ തന്നെയാണ് കാലിൽ ചവിട്ടിയതെന്ന്. ഇന്ന് എനിക്ക് പകൽ പോലെ വ്യക്തമാണ്. ഈ പറയുന്ന VD സതീശനും രമേശനും ഗണേശനും സരിതയും ഒക്കെയാണ് ഇതിന് ചരട് വലിച്ചവരെന്ന്. ഞാൻ വളരെയധികം നീതിബോധമുള്ളൊരു വ്യക്തിയാണ്. ജീവൻ പോയാലും നീതിക്ക് വേണ്ടി നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബേസിക്കലി ഇന്ത്യൻ നേവിയിലെ 16 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കോസ്റ്റൽ ഷിപ്പിന്റെ ക്യാപ്റ്റനായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് 10-20 വർഷം ദേശീയപാതയുടെ പ്രൊജക്ട് ഡയറക്ടർ അല്ലെങ്കിൽ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്ത് വിരമിച്ച വ്യക്തിയാണ്. എനിക്ക് വളരെയധികം നീതിബോധവും സത്യത്തിന് വേണ്ടി മരിച്ചാലും സത്യത്തിന് വേണ്ടി നിൽക്കണം, നീതിക്ക് വേണ്ടി നിൽക്കണം എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. ഒരു നിഷ്കളങ്കനായ വ്യക്തി അനീതി അനുഭവിക്കുകയാണെങ്കിൽ അത് കയറി ചെന്ന് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന് നീതി കൊടുക്കാൻ നമ്മളും കൂടെ പരിശ്രമിക്കണം. നമ്മുടെ സാമൂഹികമായി പ്രതിബദ്ധരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത് ലോകം മുഴുവൻ വൈറലാകുന്ന സംസാരമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ i2i ന്യൂസിനെ വിളിച്ച്
പ്രതികരിക്കാൻ തീരുമാനിച്ചത്. ഇന്ന് പിണറായി വിജയൻ പോലും എന്ത് രാഷ്ട്രീയ മാന്യത കാണിച്ചു. അദ്ദേഹം ഇന്നലെ തന്നെ അവരുടെ പാർട്ടി സെക്രട്ടറി പ്രസ്താവിച്ചു തടയത്തില്ല. അതുപോലെ ഇന്ന് BJP നേതാക്കന്മാർ അവിടെ വന്ന് ഷോ കാണിച്ചപ്പോഴത്തേക്കും പോലീസുകാരെല്ലാം അടിച്ച് ഓടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. ഈ പിണറായി വിജയൻ, നമ്മളെല്ലാം ഹൃദയശൂന്യൻ എന്ന് പറയുന്ന, നമ്മൾ അപമാനിക്കുന്ന, ആക്ഷേപിക്കുന്ന ഈ സഖാവ് പിണറായി വിജയൻ കാണിച്ച ഒരു രാഷ്ട്രീയ മാന്യത പോലും ഈ നാണം കെട്ട ഈ കേക്കച്ചൻ കാണിച്ചോ എന്ന് തോന്നുന്നു? സാറേ, ഞാൻ ഇന്ത്യയിലെ ഒഫീഷ്യലായിട്ടും വിസിറ്റായിട്ടും 17 സംസ്ഥാനങ്ങളും ലോകത്തെ 6-7 രാജ്യങ്ങളും കണ്ട വ്യക്തിയാണ്. 61 വയസ്സുണ്ട്. പണ്ട് വടക്കേ ഇന്ത്യയിൽ നേവിയിലൊക്കെ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഏക് ബിഹാറി സൗ ബിമാരി എന്ന് പറഞ്ഞ ഒരു ബീഹാറി വന്ന അവന് 100 വർഷങ്ങളാണെന്നാണ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ. ഇന്ന് അത് മറിച്ച് ആ ബീഹാറിന്റെ സ്ഥാനത്ത് കേരളം ചേർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ധാർമ്മികമായി രാഷ്ട്രീയപരമായി വളരെയധികം അധപ്പതിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ മൈൻഡ് സെറ്റ് പോലും മാറിക്കഴിഞ്ഞു. അതായത് താഴ്മയോ എളിമയോ സ്നേഹമോ സാമൂഹിക പ്രതിബദ്ധതയോ ഇല്ലാത്ത ഒരു ലോകത്താണ് ഇന്ന് കേരളം ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പോലും മനസ്സ് മാറി. കാരണം ഈ മദ്യശാലകൾക്ക് ആവശ്യമില്ലാതെ ലൈസൻസുകൾ, കഞ്ചാവ്, കള്ളക്കടത്ത്, സിന്തറ്റിക് ഡ്രഗ്സ്, എന്താണ് കേരളത്തിൽ ഇല്ലാത്തത്? ഏത് തിന്മയാണ് ഇല്ലാത്തത്? കേരളം നശിപ്പിച്ച് മുടിച്ചു കഴിഞ്ഞു. മനുഷ്യൻ പ്രതികരിക്കാൻ ഭയപ്പെടുകയാണ്. കേരളത്തില് കാണുമ്പോൾ രക്തം തിളയ്ക്കുകയാണ്. ഇത്രയും അധപ്പതിച്ച ഒരു ലോകത്ത് ഞാൻ പിറന്ന നാട്ടിലെ ജീവിക്കാൻ നിർബന്ധിതനായി തീരുകയാണ്. നിങ്ങളെ പോലെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനങ്ങൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തരാൻ ഞാൻ മനസ്സാൽ ആഗ്രഹിക്കുകയാണ്. സ്വന്തം ജീവനെ പണയപ്പെടുത്തി, സ്വന്തം സുഖസൗകര്യങ്ങളെ പണയപ്പെടുത്തി സമൂഹത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവരെല്ലാവരും സമൂഹം മാനിക്കാൻ പ്രതിബദ്ധരാണ്. പക്ഷെങ്കിൽ അവർക്ക് മാന്യതയല്ല കിട്ടുന്നത്, കല്ലേറായിരിക്കും കിട്ടുന്നത്. ജീവൻ തന്നെ പണയപ്പെടും. ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ കൂടി വരും. ഇപ്പം ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ തൽക്കാലം എൻ്റെ നല്ല സുഖമില്ലാത്തതുകൊണ്ട് മാറിയതാണ്. സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരെ തുറന്നു കാണിക്കുക. ജീവൻ പോയാൽ പോയി, മരണം ഒരിക്കലേ ഉള്ളൂ. ധൈര്യമായിരിക്കുക. അതുപോലെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇവർ തിരികെ എടുക്കാതെ അനന്തമായി ഈ വിഷയം പരിഹരിക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതുകൊണ്ടുള്ള നേട്ടം ആർക്കാണ്? എന്തുകൊണ്ട് VD സതീശൻ അത് ചെയ്യുന്നു? സാറ് അത് തന്നെയാ പറയുന്നത്. ഞാൻ ബേസിക്കലി പുതുപ്പള്ളിക്കാരനാണ്. എൻ്റെ വൈഫ് ഹൗസാണ് മുളന്തുരുത്തി, ഇവിടെ സെറ്റിൽഡ് ആണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ശവപ്പെട്ടിക്ക് ആണിയടിച്ചത് ഇവന്മാർ തന്നെയാണ്. അത് സാറ് തുറന്ന് കാണിക്കുന്നുണ്ട്. അത്രയും സ്വാധികനായ, ഇത്രയും നല്ല ഒരു മനുഷ്യൻ, തങ്കപ്പെട്ട ഒരു മനുഷ്യൻ, മനുഷ്യസ്നേഹി, ദേശസ്നേഹി. അദ്ദേഹത്തിന് മകൻ ഇന്നും ചാണ്ടി ഉമ്മൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വെട്ടത്തെ പോലെയല്ലേ. അതിന് മുമ്പിൽ കൂടെ പല പ്രാവശ്യം ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ആളാണ്. ഒന്നും ഇവനൊക്കെ കട്ടുമുടിച്ച് അന്തിക്ക് അത്താഴത്തിന് വകയില്ലാത്ത കാട്ടുകള്ളന്മാരെ കട്ടുമുടിച്ച് കോടാനുകോടി ശതകോടികൾ, ആയിരക്കണക്കിന് കോടി സമ്പാദിച്ച് വെച്ചിട്ട് നാട്ടുകാരെ നോക്കി കൊഞ്ഞൽ മുത്തുകയാണ് ഇവനൊക്കെ. തനി തെമ്മാടികള്. മരണം ഒരിക്കലേ ഉള്ളൂ. ഇവനെ ഒന്നും ഭയപ്പെട്ട് ഈ ലോകത്ത് ഒരിക്കലും ഒരുത്തരും ജീവിക്കാൻ പാടില്ല. എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്? കേരളത്തിലെ ഞാൻ പറയുന്നു സ്വാതന്ത്ര്യ സമര സേനാനികള് അവരെത്ര ധൈര്യവാന്മാരായിരുന്നു. അധികാരം, പീരങ്കി, വെടിക്കോപ്പ്, ഭരണം ബ്രിട്ടീഷുകാരുടേതായിരുന്നു. അവരുടെ മുമ്പിൽ വിരുമാറ് കാട്ടുനിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തവരാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ. അവരുടെ 10-1 ധൈര്യമില്ല ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്ന നാട്ടുകാർക്ക്. ഇങ്ങനെയുള്ള തെമ്മാടികളുടെ മുമ്പിൽ തല കുലിച്ച് ഈ സിംഹത്തെ കാണുമ്പം കുറുക്കൻ തല താത്തി അങ്ങോട്ട് ചെല്ലുന്ന തിന്നോളാൻ പറഞ്ഞ് ചെല്ലുന്ന അവനെ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് മലയാളികൾ ജീവിക്കുന്നത്. വെറും ഭീരുക്കൾ. അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരിക്കലും നീതി കിട്ടിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടൻ 2ാം ക്ലാസ്സിൽ പഠിക്കുവാണെങ്കിൽ ഇവിടെ MA-ക്കാരാണ് നിയമസഭയിൽ ഇരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടൻ 2ാം ക്ലാസ്സിൽ പഠിക്കുവാണെങ്കിൽ MA-ക്ക് പഠിക്കുന്നവരാണ് ഇന്ന് നിയമസഭയിൽ ഇരിക്കുന്നത്. ഓരോരുത്തരുടെ പേര് എന്നെടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അത് ഏത് പാർട്ടിയാകട്ടെ. ഇനിയും ഒരു ചെറുപ്പക്കാരനാണ്, ഏതെങ്കിലും പെമ്പിള്ളാരോട് ചാറ്റ് ചെയ്ത് കാണും, ചിലപ്പോൾ അവരുടെ കൂടെ ഡിന്നർ കഴിച്ച് കാണും, ചിലപ്പം ബെഡ്റൂമിലും പോയി കാണും. ഇവരൊക്കെ അതിലും പരിശുദ്ധന്മാരാണോ? പാവമില്ലാത്തവൻ കല്ലെറിയട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.